മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ജനുവരി 13 തിങ്കളാഴ്ച മുതൽ ജനുവരി 19 ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും ധനുരാശിയിലും ശുക്രനും ശനിയും കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത്. ജനുവരി 14 ധനുരാശിയിൽ നിന്നും സൂര്യൻ മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച മിഥുനം കർക്കടകം ചിങ്ങം കന്നി എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ച നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. നല്ല പോസിറ്റീവ് ഫീലിങ്ങോടുകൂടി ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യുന്നതും അത് മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തമ്മിൽ സംസാരിച്ച് അതിന് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ കഴിയുന്നതും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഷെയർ മാർക്കറ്റിലും അതുപോലെ റിസ്ക്കുള്ള മറ്റ് സ്ഥലത്തും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. വീക്കെൻഡിൽ ആവശ്യമില്ലാത്ത വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവം രാശിക്കാരാണ്. ഈ ആഴ്ച ജോലിസ്ഥലത്ത് ആവശ്യത്തിലധികം സംസാരിക്കുവാൻ പാടില്ല. കഴിയുന്നതും സ്വന്തം കാര്യങ്ങൾ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ച അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനിടയുണ്ട്. ഇത് ഷെയർ മാർക്കറ്റിൽ നിന്നോ കുടുംബ സ്വത്തിൽ നിന്നോ അതല്ലെങ്കിൽ ബ്ലോക്കായി കിടന്ന പൈസയോ ചിലപ്പോൾ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം. ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനോ കുറയ്ക്കുവാനോ ശ്രമിക്കണം. ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ അലർജി, നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. സഹോദരങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതുമായിരിക്കും. യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പൈസയും വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റും മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ലവ് റിലേഷനിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറയുവാൻ ഇടയുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ സമയം കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. പക്ഷേ പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി പുണർദം 4-ാം പാദം, പൂയം, ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ്. ഓഫീസിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രശംസ ലഭിക്കുന്നതായിരിക്കും.
കരിയറിൽ പുരോഗതിയും ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഇൻകം നന്നായി വർദ്ധിക്കുന്നതായിരിക്കും. കർമ്മക്ഷേത്രം വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ച ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം. അതുപോലെ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ശുഭകരം. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ച അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഈ ആഴ്ച ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ഈഗോ കാരണം ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം 1-ാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ്. ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരും. ഇത് ചിലപ്പോൾ ചിലവുകൾ വർദ്ധിക്കുന്നത് കാരണമാകാനും സാധ്യതകളുണ്ട്. കടബാധ്യതകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുമെങ്കിലും എല്ലാവർക്കും അതിൽ സഫലത ലഭിച്ചുവെന്ന് വരില്ല. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. കരിയറിൽ ഈ ആഴ്ച വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതകളില്ല. വ്യാപാരി വ്യവസായികൾ ഈ ആഴ്ച അധികം റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിത പങ്കാളിയുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യസ്ഥിതികൾ നേരത്തെ ഉള്ളതിലും നല്ലതാകുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നി രാശിക്കാരാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. കരിയറിൽ വളരെ കാലമായി ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. വ്യാപാരി വ്യവസായികൾ ഈ ആഴ്ച ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ച് ലാഭനഷ്ടങ്ങൾ നിർണയിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച അതിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതും ബന്ധത്തിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതുമായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ ഈ ആഴ്ച വാക്കുതർക്കങ്ങളിലും വിവാദങ്ങളിലും മറ്റും ഏർപ്പെടാൻ സാധ്യതകളുണ്ട്. അതിനാൽ ബന്ധം കൂടുതൽ വഷളാകാതിരിക്കുവാൻ ശ്രമിക്കണം. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൈകാലുകൾക്ക് വേദന, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർ ഈ ആഴ്ച കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. കരിയറിൽ ഈ ആഴ്ച പറയത്തക്ക പരിവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. വ്യാപാരി വ്യവസായികൾക്ക് ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും. ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ആശുപത്രി ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. അടുത്തതായി വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരുടെ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ചയിലും അതിൽ കുറവ് വരുവാൻ സാധ്യതകളില്ല. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ലാഭങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇതുവരെ ചെയ്ത പരിശ്രമത്തിൻ്റെ ശുഭഫലങ്ങൾ ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും.
വ്യാപാരി വ്യവസായികൾ നല്ല പ്ലാനിങ്ങോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ ഇമ്പ്രൂവ് ആകുന്നതാണ്. പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാനും സാധ്യതകളുണ്ട്. കരിയറിൽ പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുവാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ സീരിയസായി സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതാകുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. എല്ലാ കാര്യങ്ങളും സമയത്ത് പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും ഇടയാക്കുന്നതായിരിക്കും. ഈ ആഴ്ച പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതാണ്. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. കരിയറിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ അടങ്ങുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരുടെ വർക്ക് ലോഡ് ഈ ആഴ്ചയിൽ കൂടുവാൻ സാധ്യതകളുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ടെൻഷനും ഉണ്ടാകുന്നതായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും. പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും നന്നായി ആലോചിച്ചും ബുദ്ധിപൂർവവും വേണം എടുക്കുവാൻ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുവാനും ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പ്രേമബന്ധങ്ങളിലുള്ളവർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അത് ഹർട്ട് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. ഈ കാര്യം എപ്പോഴും ശ്രദ്ധയിലുണ്ടായിരിക്കണം. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയും മറ്റും ഉണ്ടെങ്കിൽ ഈ ആഴ്ച അത് കൂടുവാനാണ് കൂടുതലും സാധ്യതകൾ. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നേത്ര സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാർ ഈ ആഴ്ച ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. കരിയറിൽ വർക്ക് ലോഡ് കൂടുന്നതും അതിൻ്റേതായ ടെൻഷൻ അനുഭവപ്പെടുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ആഴ്ചയുടെ ആദ്യ പകുതി സാമാന്യമായിരിക്കും. എങ്കിലും ആഴ്ചയുടെ 2-ാം പകുതിയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ ബജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ച ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല. അതുപോലെ ആരോടും കടം വാങ്ങുവാനും പാടില്ല. ലവ് റിലേഷനിലുള്ളവരുടെ ഇടയ്ക്ക് പല തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ്. വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും. കരിയറിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും. ഓഫീസിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർക്കുന്നതും സഹപ്രവർത്തകരുടെ പ്രശംസകൾ ലഭിക്കുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇതാണ് ജനുവരി 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള
എല്ലാ രാശിക്കാരുടെയും വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.